ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിനെ കുറിച്ചുള്ളതാണ്. ആഗ്രയിലെ യമുന നദിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നിയായ മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ചതാണ് ഇത്. ഒട്ടോമൻ, പേർഷ്യൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകൾ കൂടി ചേർന്നുണ്ടാക്കിയ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് താജ്മഹൽ. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ 22 വർഷങ്ങളെടുത്തു. ഷാജഹാന് മുംതാസ് മഹലിനോടുള്ള അഗാധമായ പ്രേമത്തിന്റെ സ്മാരകമാണ് താജ്മഹൽ. AD 1632 നിർമ്മാണം ആരംഭിക്കുകയും AD 1648 പണി പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീടുള്ള 5 വർഷങ്ങൾ കൊണ്ട് അതിനു ചുറ്റുമുള്ള ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും പണിതീർത്തു. താജ്മഹലിന്റെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് വെള്ള മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള കുടീരമാണ്. ഈ കുടീരത്തിന്റെ അകത്തു കയറുന്നതിനായി പ്രത്യേകം എൻട്രി ഫീ ഉണ്ട്. ഏകദേശം 200 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. പക്ഷേ താജ്മഹലിനുള്ളിലേക്കുള്ള എൻട്രി ഫീ വെറും 45 രൂപയേ ഉള്ളൂ. അകത്തെ പ്രധാന അറയ്ക്കുള്ളിൽ ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും ഖബറിന്റെ മാതൃകകൾ കാണാം. പക്ഷേ യഥാർത്ഥ ഖബർ ഇതിന്റെ താഴെയുള്ള അറകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉസ്താദ് അഹമ്മദ് ലാഹോരി ആയിരുന്നു താജ്മഹലിന്റെ പ്രധാന ശില്പി. താജ്മഹലിന്റെ ചുറ്റിലും ഏകദേശം 300 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ പരന്നുകിടക്കുന്ന ഉദ്യാനമാണ് ചാർബാഗ് ഉദ്യാനം. താജ്മഹലിന്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഓരോ സമയങ്ങളിലും ഇതിന് വ്യത്യസ്ത നിറങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത്. അതായത് രാവിലെ പിങ്ക് കലർന്നതും വൈകുന്നേരങ്ങളിൽ പാൽ വെള്ളയും രാത്രിയിൽ സ്വർണ്ണ നിറവുമായി നമുക്ക് കാണാൻ കഴിയുന്നു. സാധാരണ പ്രവൃത്തി ദിവസങ്ങളിൽ സൂര്യോദയത്തിന് 30 മിനിറ്റ് മുമ്പ് താജ്മഹൽ തുറക്കുകയും സൂര്യാസ്തമയത്തിന് 30 മിനിറ്റ് മുൻപ് അടയ്ക്കുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ താജ്മഹൽ ക്ലോസ് ആയിരിക്കും. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ എൻട്രി ഫീ ഉണ്ടായിരിക്കുന്നതല്ല, തികച്ചും ഫ്രീ ആണ്. താജ്മഹലിന്റെ മനോഹരമായ പൂന്തോട്ടങ്ങളും പ്രശസ്തമാണ്. 3 വശങ്ങളിലും ഔപചാരികമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളുണ്ട്. അവ 4 ജലധാരകളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പൂന്തോട്ടങ്ങളിൽ ഫൗണ്ടൈനുകൾ, കുളങ്ങൾ, താമരക്കുളങ്ങൾ, വൃക്ഷങ്ങളുടെയും പൂക്കളുടെയും വിശാലമായ ശേഖരം എന്നിവ ഉൾപ്പെടുന്നു. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അതിന്റെ സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവുമാണ് കാരണം. ഇത് ഇന്ത്യയുടെയും മുഗൾ സാമ്രാജ്യത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെ ശക്തമായ പ്രതീകം കൂടിയാണ്. കെട്ടിടം ആദ്യം വെളുത്ത നിറത്തിലായിരുന്നു. മലിനീകരണം കാരണം ഇത് മഞ്ഞയായി മാറുന്നു. അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡ് ജലതന്മാത്രയുമായി പ്രവർത്തിച്ച് സൾഫ്യൂരിക് ആസിഡായി മാറുന്നതാണ് ഇതിനു കാരണം. ഇത് കെട്ടിടത്തിന്റെ പുറംപാളിയെ പതുക്കെ നശിപ്പിക്കുന്നു. പ്രണയവും കലയും ചരിത്രവും കൂട്ടിമുട്ടുന്ന നിർമ്മിതികളിൽ ഒന്നാണ് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ ഈ താജ്മഹൽ. ഷാജഹാൻ പണികഴിപ്പിച്ച പ്രണയമഹൽ ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കാത്ത പ്രണയിതാക്കളില്ല. കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളിയാണ് എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുംതാസിനോടുള്ള ഷാജഹാന്റെ പ്രണയത്തെയും അതിന്റെ സ്മാരകമായ ഈ സൗധത്തെയും ലോകം പ്രണയത്തോടെ നോക്കിക്കാണുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യമുന നദിയുടെ തീരത്താണ് ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ.